ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മളിത് പാർട്ട് 5 ഓഫ് മണി മേക്കിംഗ് ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മുടെ സൈറ്റ് ഒരു പേരും കാര്യങ്ങളും കിട്ടി, നമ്മളത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ സൈറ്റ് ആക്ച്വലി ലൈവ് ആയിട്ടുണ്ട്. ലൈവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് സൈറ്റിഫിക് എന്നാണ്. ഓക്കെ, സോ സൈറ്റിഫിക് .in എന്ന് പറഞ്ഞൊരു ഡൊമൈനും കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിലത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലറ ചില്ലറ ചെറിയ ചേഞ്ചസും കൂടി വരുത്താനുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ട്, അതുപോലെ കുറച്ച് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻലി വേണ്ടത് മാർക്കറ്റിംഗ് ആണ്, നമുക്ക് സെയിൽ പിടിക്കാനുള്ള കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സ്ട്രാറ്റജി എന്താണ്. നമ്മൾ ആക്ച്വലി റെസ്റ്റോറൻറ്റ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിൽ വെബ്സൈറ്റ് സ്വന്തമായിട്ടില്ലാത്ത റെസ്റ്റോറൻറ്റ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീഡും കാര്യങ്ങളും കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സൽ ഷീറ്റിലേക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളും കളക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കറൻറ്റ്ലി അറൗണ്ട് ഒരു 200+ ലീഡ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അക്രോസ് കേരള എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും കുറച്ചുകൂടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലം, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കൊച്ചി മാത്രമുള്ള കുറച്ച് ലീഡ്സും കാര്യങ്ങളും എടുത്ത് അവരെ കോൺടാക്ട് ചെയ്തു. വാട്ട് എവർ ദ വേ, മേ ബി വാട്സപ്പ് വഴിയായിരിക്കും, ഫോൺ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ വഴിയായിരിക്കും, ഏതെങ്കിലും രീതിയിൽ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരാരും ഒരു പോസിറ്റീവ് റെസ്പോൺസ് പറയുന്നില്ല, അവർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് പറയുന്നില്ലെന്ന് എഴുതുക എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റ് ഫെയിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു നാട്ടിലുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് അല്ല മറ്റൊരു നാട്ടിലുള്ളത്. അപ്പോൾ നമ്മളൊന്ന് സ്ഥലം മാറ്റി ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കൊച്ചി മാറ്റി മറ്റൊരു സ്ഥലം, ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കാലിക്കറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാറ്റി ചിന്തിച്ച് നോക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്തു. ഇൻ കേസ് അതും ഫ്ലോപ്പായി, അതും ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് അല്ല, ആൾക്കാർ പറയുന്നത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താ പറയുക, മേ ബി കംപ്ലീറ്റ് സ്ഥലങ്ങൾ മാറ്റാം. കാരണം കേരളത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റി മറ്റൊരു വലിയ സിറ്റി, മേ ബി ചെന്നൈ ആവാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആവാം, അത്തരം ഒരു സിറ്റിയിലേക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അതും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിന്തിക്കണം, എന്താണ് നമ്മൾ ഫെയിൽ ആവാൻ കാരണം, അല്ലെങ്കിൽ ലൈക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും നോ പറയാനുള്ള കാരണം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ കുറേ ഐഡിയാസ് കിട്ടും, എന്തുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ വേണ്ട എന്ന് പറയുന്നത് മനസ്സിലാവും. ഇനി അതുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇൻഡസ്ട്രി മാറ്റി നോക്കാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളവരെ പോലെ ആയിരിക്കില്ല മറ്റൊരു ഇൻഡസ്ട്രി, മേ ബി നമ്മളിപ്പോൾ എന്താ പറയുക, ബ്യൂട്ടി സലൂൺസ് അല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നോക്കാം. അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് എന്ന് പറയില്ലേ, അപ്പോൾ അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെയും ഏത് ബിസിനസ്സിനും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. കാര്യം എല്ലാ ബിസിനസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന വെബ്സൈറ്റ്. പലരും അത് വെക്കാത്തതിൻ്റെ കാരണം അതൊരു എക്സ്ട്രാ ചിലവാണ്, അല്ലെങ്കിൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തോന്നിയിട്ടാണ് അവരത് കൊണ്ടു നടക്കാത്തത്. പക്ഷേ ഒരു ബ്രാൻഡ് ആക്കുന്നത് ഇതിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് വെബ്സൈറ്റ്. നമ്മൾ നല്ലൊരു വെബ്സൈറ്റും കാര്യങ്ങളും നമ്മുടെ ഒരു ബിസിനസ്സിന്. അപ്പോൾ നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും ഒരു ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് എഴുതാം, നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ സർവീസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 7 ഡേ ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം അതിന് ശേഷം പേ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കാര്യങ്ങൾ ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് സംഭവം എന്താണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റ് ലൈവ് ആയതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം മുതൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന മാർക്കറ്റിങ്ങിലേക്കാണ്, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. മാക്സിമം ലീഡ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള മെയിൻ എന്താ പറയുക എൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. കാരണം മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 500 1000 കളക്ട് ചെയ്യാൻ പറ്റും, അത്രയും നല്ലത്. അപ്പോൾ അത്രയും ലീഡ്സ് കളക്ട് ചെയ്ത് അത്രയും ലീഡ്സിലേക്ക് ഈ പറയുന്ന എന്താ പറയുക ഒരു കോൺടാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. സോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് മെയിൻലി പ്ലാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, കുറച്ച് അനലിറ്റിക്സ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ലീഡ് മെസ്സേജ് അയച്ചു, വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. വാട്സപ്പ് ക്യാമ്പയിൻസ് നടത്താനാണ്. അപ്പോൾ വാട്സപ്പ് ക്യാമ്പയിൻസ് നടത്തുന്ന സമയത്ത് ഒരു ലിങ്കും കൂടി അയച്ചു കൊടുക്കുക, ഈ പറയുന്ന നമ്മുടെ സൈറ്റിൻ്റെയോ അല്ലോ. അപ്പോൾ ആ ലിങ്ക് ആ ഒരു വാട്സപ്പ് ക്യാമ്പയിനിൽ നിന്ന് വന്നതാണ്. അത് ആരാണ് ക്ലിക്ക് ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ID കാര്യങ്ങളെല്ലാം പാസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് അനലിറ്റിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ലിങ്ക് അവർ ഓപ്പൺ ആക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ടോ നോക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞില്ല, കൂടുതൽ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലുള്ള ഡേറ്റയും കാര്യങ്ങളും നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾക്കത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, നമ്മൾ ചെയ്യുന്നതിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഇൻഡെപ്ത് ഐഡിയ കിട്ടുള്ളൂ. ഇൻഡെപ്ത് ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് ഒരു
റാൻഡമായിട്ട് ഗസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇനി അടുത്ത പാർട്ടിൽ കാണാം. സോ അത്രയേ ഉള്ളൂ.